ഹലോ മക്കളെ, നെക്സ്റ്റ് ഇയർ SLC ആണ്. ഇത് സാറ് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുപാടൊക്കെ നിങ്ങളോടിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ അമ്മ, അച്ഛൻ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബന്ധുക്കൾ, അയൽവാസികൾ, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തേക്ക് കളിക്കാൻ പോകുമ്പോൾ അവിടെ കാണുന്ന എല്ലാ ആളുകളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം, എടാ SLC അല്ല അടുത്ത വർഷം, SLC അല്ല അടുത്ത വർഷം. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വളരെയധികം ടെൻഷനോട് കൂടിയിട്ടാണ് കയറിയിരിക്കുന്നത്. എനിവേ, സാറ് ഈ പ്രാവശ്യത്തെ SLCയിലെ ചില മാറ്റങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, SLCയിൽ സിലബസ് മാറുന്നുണ്ടെന്ന് നമുക്കൊക്കെ അറിയാലോ. കെമിസ്ട്രിയിലെ സിലബസ് മാറ്റം വലിയൊരു ചേഞ്ച് തന്നെയാണ്. അതിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഇൻഫർമേഷൻ മക്കൾക്ക് തരാം സാറ്. എടാ, നമ്മളുടെ 4 ചാപ്റ്ററാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളത്. എത്രയും വേഗം തന്നെ മക്കൾക്ക് ബുക്ക് കിട്ടിയെന്നുള്ളത് വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമാണല്ലോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവാൻ ഏറ്റവും നേരത്തെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് പുസ്തകങ്ങൾ എത്തിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ കെമിസ്ട്രി ബുക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 4 ചാപ്റ്റേഴ്സാണുള്ളത്. അതിൽ ആദ്യം തന്നെ ഓർഗാനിക് കെമിസ്ട്രിയാണ് ആദ്യത്തെ 2 ചാപ്റ്ററായിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ നെയിമിംഗ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സും, രണ്ടാമതായിട്ട് റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണുള്ളത്. എടാ, ഇത് സാധാരണ ലാസ്റ്റ് വരുന്ന ചാപ്റ്റേഴ്സാണ് ഈ ഫസ്റ്റ് 2 ആയിട്ട് വന്നിട്ടുള്ളത്. അതൊരു നല്ല തീരുമാനമായിട്ട് തന്നെയാണ് സാറിന് തോന്നിയിട്ടുള്ളത്. കാരണം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ചാപ്റ്ററാണ് ഓർഗാനിക് കെമിസ്ട്രി. പൊതുവേ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ SLCക്കാരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ആദ്യം തന്നെ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിനുള്ളൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ പഠിക്കണം എന്നുള്ള ആ ഒരു എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും ടഫായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് പറ്റും. ഇതിൻ്റെ ഉള്ളിലേക്ക് പേരുകളൊക്കെ സെയിമാണ്, കഴിഞ്ഞ വർഷത്തെ സിലബസിലുള്ള പേരുകളൊക്കെ തന്നെയാണ്. അപ്പോൾ പല കുട്ടികളുടെയും തെറ്റിദ്ധാരണ കഴിഞ്ഞ വർഷത്തെ ചാപ്റ്റേഴ്സ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡറൊക്കെ മാറ്റിയിട്ടു, അല്ലാണ്ട് വേറെ മാറ്റമൊന്നും ഇല്ല എന്നുള്ളതാണ്. നോ, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കണ്ടൻറ്റിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ 9ാം ക്ലാസ്സിൽ അവസാനിച്ചൊരു ചാപ്റ്റർ ഉണ്ടല്ലോ ഓർഗാനിക് കെമിസ്ട്രി, അതിൻ്റെ തുടർച്ചയാണ്, അതിൻ്റെ കണ്ടിന്യൂഷനാണ് കറക്റ്റ് 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൽ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി ബുക്ക് എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എസ്പെഷ്യലി ഓർഗാനിക് കെമിസ്ട്രി അവസാനം പഠിപ്പിച്ച ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റല്ലേ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി ആണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കിയെടുത്തു. ഇനി അടുത്ത വരുന്നത് പീരിയോഡിക് ടേബിളിൻ്റെ ചാപ്റ്ററാണ്. അപ്പോൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ അത് 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ പീരിയോഡിക് ടേബിളിൽ ഒരുപാട് കാര്യങ്ങൾ, സീക്രട്സ് ഇനിയും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നിങ്ങളുടെ 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാൽസ്യം പൊട്ടാസ്യത്തിൻ്റെ ഒക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,8,8,9 എന്നും 2,8,8,10 എന്നൊക്കെ എന്താ വന്നത് എന്നുള്ളത് പല കുട്ടികൾക്കും ഡൗട്ടാണ്. അപ്പോഴൊക്കെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഞാനടക്കമുള്ള ആളുകൾ പറയാറുണ്ട്, ഇത് 10ാം ക്ലാസ്സിലാണ് ഇതിൻ്റെ സീക്രട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ സീക്രട്ടൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള സബ്ഷെല്ലുകളൊക്കെ പറ്റി പറയുന്ന 3ാമത്തെ ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിളിൻ്റെ ആ ചാപ്റ്ററായിട്ട് വരുന്നിട്ടുള്ളത്. മക്കളെ, ആ ചാപ്റ്ററിൽ തന്നെ +1 ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ടോപ്പിക് തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും പല ആളുകളും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. പേര് മാത്രം നോക്കിയിട്ട് ഹാവ് ഭാഗ്യം, കഴിഞ്ഞ വർഷത്തെ അതേ സിലബസ് തന്നെയാണ്, ചാപ്റ്ററിൻ്റെ ഓർഡർ ഒന്ന് മാറ്റിയിട്ടു എന്ന് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കണ്ടൻറ്റ് വ്യത്യാസം മക്കൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളെ കുഴപ്പമില്ല. ഓക്കെ, എനിവേ, നെക്സ്റ്റ് ചാപ്റ്റർ നിങ്ങളിപ്പോൾ ഫസ്റ്റ് പാർട്ടിലുള്ള ലാസ്റ്റ് ചാപ്റ്ററിനെ പറ്റിയിട്ടാണ് ഇനി സാറ് പറയുന്നത്. ദാറ്റ് ഈസ് മോൾ കൺസെപ്റ്റ്, അതല്ലെങ്കിൽ മോൾ സങ്കല്പം. ഒരുപാട് കുട്ടികൾ എപ്പോഴും തല ചൊറിയുന്ന, അതല്ലെങ്കിൽ ഒരുപാട് ടഫാണെന്ന് പറയുന്ന, പഠിച്ചിട്ടും തലയിൽ കയറുന്നില്ല, മറന്നു പോകുന്നു, മാറിപ്പോകുന്നു എന്നൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ് ഈ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എടാ, ആ ചാപ്റ്ററിൽ ഇത്താണ് സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് ഗ്രാഫുകളും അതോടൊപ്പം തന്നെ ഒരുപാട് പ്രോബ്ലംസൊക്കെ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഒപ്പം നിങ്ങൾക്ക് അതിൽ ഗ്യാസ് ലോസ്, അതായത് വാതക നിയമങ്ങളും പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു കൺക്ലൂഷൻ സാറ് തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ഈ ഒരു കാര്യത്തിലൊക്കെ ഉൾക്കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന് എന്താണെന്നറിയോ, ഒന്നുമില്ല, ക്വസ്റ്റ്യൻ പാറ്റേണിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്നുള്ളത് ഈ വർഷത്തെ SLCക്കാർക്ക് തന്നെ സൂചന കൊടുത്തതാണ്. അപ്പോൾ മക്കളെ, നേരത്തെ കാലത്തെ പഠിക്കാൻ തുടങ്ങണടാ നിങ്ങൾ. ഒരിക്കലും നിങ്ങൾ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കരുത്. ഒരു പക്ഷേ കഴിഞ്ഞ വർഷത്തെ SLCക്കാരെ പോലെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞ് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ആദ്യം മുതൽക്ക് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങാം മക്കളെ. സാർ, ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ സാർ. ശരിയാണ്, എടാ, നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമൊക്കെ കിട്ടും. ഒരു ദിവസത്തിൽ 24 മണിക്കൂറില്ലടാ, അതിലൊരു 2 മണിക്കൂർ വേണ്ട, 1 മണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വർഷത്തിന് വേണ്ടി മാറ്റി വെച്ചൂടെ? ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മക്കളെ, നിങ്ങൾ ഒരുപാട് പേര് അസ്ത്രയിൽ ജോയിൻ ചെയ്ത കുട്ടികളുണ്ട്. അപ്പോൾ നമ്മുടെ അസ്ത്ര ബാച്ച് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ക്ലാസ് തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. മക്കളെ, മറന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പം ഈ കാണുന്ന ആളുകൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ക്ലാസ്സിൻ്റെ ആദ്യത്തിൽ നമ്മൾ ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും, അതായത് നിങ്ങൾ പഠിക്കാത്തൊരു സിറ്റുവേഷനിൽ നിന്നും ബ്രിഡ്ജ് ചെയ്ത് നിങ്ങളെ പിന്നെ SLCയിലേക്ക് എത്തിക്കാനുള്ള ഒരുപാട് പ്രോഗ്രാംസും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം മുതൽക്ക് തന്നെ ക്ലാസ്സിൽ വേണം. അപ്പോൾ എല്ലാ മക്കളെ പെട്ടെന്ന് തന്നെ അസ്ത്രയിൽ ജോയിൻ ചെയ്യുക. നമുക്ക് സിലബസ് മാറി ഈ വർഷം തന്നെ ഫുൾ A+ മേടിച്ച ഒരാളാണെന്ന അഭിമാനത്തോട് കൂടിയിട്ട് നമുക്ക് അടുത്ത വർഷം പുറത്തിറങ്ങണം. സോ മക്കളെല്ലാവരെയും അസ്ത്രയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് സാറ്. അവിടെ കാണാം കേട്ടോ.